ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ വീഡിയോ എല്ലാം കണ്ട് അഭിപ്രായങ്ങളും പുതിയ ഐഡിയാസൊക്കെ പറഞ്ഞെന്ന് എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ജലദോഷം പിടിപെട്ടു. പക്ഷെ ഞാനും എൻ്റെ ഹസ്ബൻഡും പിന്നെ ഒരു ഫ്രണ്ട് കൂടി തന്നെ രാവിലെ എഴുന്നേറ്റു. കോഫിയൊക്കെ കുടിച്ച് സമയം കളയാതെ തന്നെ അടുത്തുള്ള എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഒരു സ്ഥലം കവർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വന്ന് എത്തിപ്പെട്ടത് അടുത്തുള്ളൊരു ബീച്ചിലാണ്. ഈ ബീച്ചിന്റെ പേര് ഗ്ലെനർക്ക് എന്നാണ്. ഇതേ സിമിലർ ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഓസ്ട്രേലിയയിൽ വളരെ കോമൺ ആണ്. എങ്കിലും ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് സ്ഥലങ്ങൾ കാണാനൊക്കെ ആയതുകൊണ്ട് ഞങ്ങളിവിടെ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുപോലുള്ള ബീച്ചസിൽ എപ്പോഴും നമുക്ക് ആ ബീച്ചിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇൻഫോർമേഷൻ ബോർഡ് എപ്പോഴും അവിടെ ഉണ്ടാവും. നമ്മളത് വായിച്ചൊന്നുമില്ല, കാരണം നല്ല തണുപ്പായിരുന്നു. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആളുകൾ മോർണിംഗ് വാക്കിന് അവരുടെ ഡോഗ്സിനെയൊക്കെ വെച്ചിട്ട് വന്നത് കാണാം. എനിക്ക് എവിടെയെങ്കിലും ചെന്നാൽ ഒരുപാട് നടക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബീച്ചിലെ പിയറിൻ്റെ മുകളിലേക്ക് നടക്കുക എന്നുള്ളത്. ഇതാണ് എൻ്റെ ലക്ഷ്യം. പക്ഷെ എൻ്റെ കൂടെയുള്ളവർ അവിടം വരെ എത്തുമെന്ന് എനിക്കറിയില്ല. ഈ കരയിൽ നിന്ന് കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന പാലത്തിന് ഇവിടെ പിയർ എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിനെ ജെട്ടി എന്നോ തുറയെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഞാൻ അവിടെ വരെ നടന്നെത്തി. അതിൻ്റെ മുകളിൽ നിന്നപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റി. ഈ പിയർ ഇവിടെ കോമൺ ആയിട്ട് എല്ലാ ബീച്ചുകളിലും കാണികൾക്കായിട്ട് ഫിഷിങ്ങിനും സൈറ്റ് സീയിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടാണ് നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. ഈ കാണുന്ന വൈറ്റ് കളറിലുള്ള പക്ഷിയാണ് സീഗൾ. ഇവിടെ കടൽ സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഇങ്ങനെ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റും. ഇവിടുത്തെ ബേർഡ്സിനെങ്ങനെ നമ്മൾ പേടിയൊന്നുമില്ല. നമ്മൾ അടുത്ത് ചെന്നാലും ഒരു പേടിച്ചൊന്നും പോവാത്ത ഫ്രണ്ട്ലി ആയിട്ടുള്ള ബേർഡ്സാണ്. മോർണിംഗ് ആയതുകൊണ്ട് ഫിഷിങ്ങിനുള്ള ആളുകളെയൊന്നും ഞാൻ അധികം കണ്ടില്ല. പൊതുവെ ഇവിടെ വൈകുന്നേര സമയങ്ങളിലാണ് ആളുകൾ ഫിഷിങ്ങിന് വന്ന് പാതിരാത്രി വരെയൊക്കെ ഫിഷിങ്ങിന് അവർ നിൽക്കാറുണ്ട്. പിന്നെ ഫിഷിങ് ഇവിടെ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രത്യേക ഒരു ലൈസൻസ് ഉണ്ട്. ഒരു ചെറിയ $20 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈസൻസ് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ഈ കാഴ്ചകളിൽ കുറച്ചു നേരം ഞാൻ തന്നെ എന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേര് വന്ന് കളിയാക്കലൊക്കെ ആയിട്ട് പുറകെ കൂടിയത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എടുക്കലൊക്കെ നിർത്തി. പിന്നീട് ഞങ്ങൾ വന്നത് ഓസ്ട്രേലിയയുടെ ഓൾഡസ്റ്റ് സർവൈവിങ് ടൗൺ ആയിട്ടുള്ള ആൻഡ് ഓഫ് ജർമ്മൻ വില്ലേജിലാണ്. ഇവിടുത്തെ ലൈവ് മ്യൂസിക്കും ഈ സ്ട്രീറ്റൊക്കെ കണ്ടപ്പോൾ എനിക്ക് നെറ്റ്ഫ്ലിക്സിൽ ബ്രിജിറ്റനൊക്കെ കണ്ട ഒരു ഫീലിംഗ് ആണ് തോന്നിയത്. ബ്രിജിറ്റൻ സീരീസിൽ അതിൽ ലേഡീസ് ഇടുന്ന ട്രഡീഷണൽ ക്ലോത്ത്സ് ഒക്കെ ഇട്ട് ലേഡീസ് എല്ലാം ഇതിലൂടെയൊക്കെ ടൂറിസ്റ്റുകൾക്ക് കാണാനായി അവർ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വീഡിയോസിൽ അവർ ഉൾപ്പെട്ടിട്ടില്ല, കാരണം എനിക്ക് പേടിയായിരുന്നു എടുക്കാൻ. ഞാൻ അവരെ ഷൂട്ട് ചെയ്യാമോന്ന് അറിയില്ലാത്തതുകൊണ്ടൊന്നും എടുക്കാൻ എനിക്ക് തോന്നിയില്ല. ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങും 150 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് ജർമ്മൻ വില്ലേജിലാണ്. വളരെ എക്സൈറ്റ്മെന്റോട് കൂടി ആണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു തമാശയും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല, കാരണം ഞാൻ വേറൊരു വേൾഡിലായിരുന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അന്ന് ഞാൻ വായിച്ചൊരു ബുക്കായിരുന്നു ഹൈദി എന്ന് പറയുന്നത്. അത് എഴുതിയിരുന്നത് ജോആന സ്പൈറി എന്ന് പറഞ്ഞൊരു ജർമ്മൻ റൈറ്ററാണ്. അതിന് മലയാളം പതിപ്പായിരുന്നു ഞാൻ വായിച്ചിരുന്നത്. ഞാനും എൻ്റെ സിസ്റ്ററും വായിച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ടൈംലെസ് ചൈൽഡ്ഹുഡ് സ്റ്റോറിയാണ്. അവിടെ
ഞാൻ വായിച്ച എൻ്റെ ഇമാജിനേഷനിലുള്ള സ്ഥലത്തിലെത്തിയ പോലെയാണ് എനിക്കിവിടെ വന്നപ്പോൾ തോന്നിയത്. എൻട്രൻസിൽ തന്നെ ഞങ്ങൾക്ക് ഈ ഫാം ലാൻഡിനെ പറ്റി ഉള്ള ഹിസ്റ്ററി എല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു 85 അറൗണ്ട് ഏജുള്ളൊരു ലേഡി ഉണ്ടായിരുന്നു. 1839 ഹാൻഡോഫിൽ ജർമ്മനിയിൽ നിന്ന് കുടിയേറിയ ജോർജ് ആൻഡ് ഫാമിലി ബിൽഡ് ചെയ്ത ഒരു വുഡൻ ഹൗസാണ്. അതിനുള്ളിൽ അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങളും റാന്തലും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. 150ഓളം വർഷം പഴക്കമുള്ള ഈ ബിൽഡിംഗ് ഫാം ഹൗസ് വളരെ വൃത്തിയോടും വെൽ ഓർഗനൈസ്ഡും ആയിട്ടാണ് ഇവർ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു പഴയ അക്കോർഡിയൻ വെച്ച് ഇറ്റാലിയൻ മ്യൂസിക് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലേഡിയെ കണ്ടു, അവരുടെ പട്ടിക്കുട്ടി. ഇവർ ഞങ്ങൾക്ക് വേണ്ടി 2 ടൈപ്പ് പാട്ടാണ് പാടിയത്, ഒരു ജർമ്മൻ സോങ്ങും ഒരു ഇറ്റാലിയൻ സോങ്ങും. 2 പാട്ടിന് ശേഷം അവർ ഞങ്ങളോട് സംസാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ അവർ കേരള വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇന്ത്യയിൽ കൊൽക്കത്തയിൽ വന്നിട്ടുണ്ടെന്നും ഹാർമോണിയം വായിച്ച എക്സ്പീരിയൻസ് അവർക്കുണ്ടെന്നൊക്കെ ഞങ്ങളോട് വിശേഷങ്ങൾ ഷെയർ ചെയ്തിരുന്നു. ആദ്യം ആ ഷെഡിലായിരുന്നു ഒരു ഗ്രാൻഡ് ഡോട്ടർ കല്യാണം കഴിച്ചപ്പോൾ ആ ഷെഡിലേക്ക് മാറി. അതിൻ്റെ ഇവർ ഈ വീട് പണിതിട്ട് ഇങ്ങോട്ടേക്ക് മാറി എന്ന് പറഞ്ഞു. പൊക്കില്ലാത്ത ആൾക്കാരോട് കുഞ്ഞു. ഫാം ഹൗസിൽ പണ്ട് താമസിച്ചിരുന്ന അപ്പൂപ്പന്മാരുടെ വിശേഷങ്ങൾ വരെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അധികം വൈകാതെ അവിടെ വിട്ടു. അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മറൈ ബീച്ചാണ്. അതൊരു ഡ്രൈവ് ഓൺ ബീച്ചാണെന്ന് കേട്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ശേഷം ഇങ്ങനെയാണ്. ബേബി ഇവിടെ നിർത്തിയേക്കിട്ടാ, സംശയം വണ്ടി മണ്ണിൽ മണൽ പോയിക്കോളുമായിരിക്കും. ആ വണ്ടി പോയാ മതിയായിരുന്നു. താഴോ എടാ പണി പാളി. ഡ്രൈവ് ഓൺ ബീച്ചുകളെ പറ്റി വേണ്ടത്ര അറിവില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളുടെ കാറിൻ്റെ മുമ്പിലത്തെ 2 ടയർ മണലിൽ താണ്ടുപോയി. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കൺഫ്യൂഷൻ അടിച്ചിരുന്ന ഞങ്ങളോട് അവിടെ സൺസെറ്റ് കാണാൻ വന്നിരുന്ന 2 കപ്പിൾ വന്നിട്ട് ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുകയും അവരുടൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഞങ്ങളുടെ കാറ് ഒരു റോപ്പ് ഉപയോഗിച്ച് വലിച്ചു കെട്ടി മുകളിൽ കയറ്റിത്തരുകയൊക്കെ ചെയ്തിരുന്നു. ഇനി ഇങ്ങനെ വണ്ടി വലിച്ചു കയറ്റുമെന്ന് അറിയാതെ ടെൻഷൻ അടിച്ചിരുന്ന ഞങ്ങളോട് അവിടെ ഉണ്ടായിരുന്ന ഒരു കപ്പിൾ വന്നിട്ട് ഇങ്ങോട്ട് ഹെൽപ്പ് വേണമെന്ന് ചോദിക്കും. ഉടൻ തന്നെ അവർ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ഞങ്ങളുടെ വണ്ടിയിൽ റോപ്പ് കെട്ടി മുകളിലേക്ക് വലിച്ചു കയറ്റി തരികയും ചെയ്തു. അതോടുകൂടി ഞങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് അൺഎക്സ്പെക്റ്റഡ് ഫൺ മൊമെൻ്റ് ആയിട്ടാണ് തോന്നിയത്. എങ്കിലും കൂടെ ഉണ്ടായിരുന്ന ബോയ്സിന് വളരെ വിഷമമായി. അവരൊരുപാട് ആഗ്രഹിച്ചൊരു ആക്ടിവിറ്റി ആയിരുന്നു ഇത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല രീതിക്ക് സൺസെറ്റ് എല്ലാം പീസ്ഫുള്ളായിട്ട് കാണാൻ പറ്റി. അതിനുശേഷം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നൊരു മതിലിൻ്റെ മുകളിൽ ഒരുമിച്ചിരുന്ന് അവിടെ വന്നിരുന്ന ബാക്കിയുള്ള വണ്ടികളുടെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്തു. സൺസെറ്റിന് ശേഷം ഞങ്ങൾ ബീച്ചിലൂടെ നടന്നപ്പോഴാണ് അവിടെ കുറച്ച് ലൈവ് മ്യൂസിക് ചെയ്യുന്ന ഒരു 3 പേരെ കണ്ടത്. അവരുടെ കൂടെ ഞങ്ങൾ ഇൻസ്ട്രുമെൻ്റൊക്കെ വായിച്ച് ഡാൻസൊക്കെ കളിച്ചൊരു 1 hour അങ്ങനെ സ്പെൻഡ് ചെയ്തു. അന്നത്തെ ദിവസം അവസാനിപ്പിച്ചത് ചൈന ടൗണിൽ വിസിറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. അവിടെ പൊതുവെ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ചെല്ലുന്നത്. പക്ഷെ ഞങ്ങളവിടെ ഈ സ്കൂട്ടറെല്ലാം എടുത്ത് അവിടെ എല്ലാം ചുറ്റിക്കറങ്ങുക മാത്രമാണ് ചെയ്തത്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ തിരിച്ച് ജീലോങ്ങിലേക്കുള്ള യാത്ര പുറപ്പെട്ടു. പോകും വഴി ഒരു ഡെസ്റ്റിനേഷനും കൂടി വിസിറ്റ് ചെയ്യാമെന്ന് ബാക്കിയുള്ളവർ സമ്മതിച്ചു. ഞാൻ വളരെ സാഡായിരുന്നു. എനിക്കാണെങ്കിൽ തിരിച്ചു പോകാൻ യാതൊരുവിധ താല്പര്യം ഉണ്ടായിരുന്നില്ല.
പക്ഷെ പെട്ടെന്ന് വേറൊരു സ്ഥലം കൂടി വിസിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസം തോന്നി. പോകും വഴി ഞങ്ങൾ ട്രിപ്പിനെ പറ്റിയുള്ള ഫീഡ്ബാക്സ് പറയുന്ന വീഡിയോയാണ് നിങ്ങൾ കാണുന്നത്. ഒരേ നിരയിൽ നീണ്ടു നിൽക്കുന്ന ഒരുപാട് ഏക്കർ സ്ഥലത്ത് വളർത്തിയിരിക്കുന്ന പൈൻ പ്ലാന്റേഷന് ഇടയിലൂടെ ഡ്രൈവ് ചെയ്തിട്ടായിരുന്നു ഞങ്ങളുടെ അവസാനത്തെ ഡെസ്റ്റിനേഷനായ മൗണ്ട് റിസർവോയറിൽ ഞങ്ങൾ എത്തിയത്. ഇതൊരു ബ്ലൂ ഓഷ്യൻ സൈറ്റ് സീയിങ് ആണ്. നമ്മൾ ദൂരെ യാത്രയൊക്കെ പോകുമ്പോൾ വഴിയിൽ ഇറങ്ങി കാണാവുന്ന രീതിയിലുള്ളൊരു വ്യൂ പോയിൻ്റ് ആണ്. അതിശക്തമായ കാറ്റിനോടൊപ്പം തന്നെ നല്ല വെയിലും ഉള്ളതുകൊണ്ട് ജാക്കറ്റോ തൊപ്പിയൊന്നും എടുക്കാതെ തന്നെ ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ചുറ്റിക്കറങ്ങി കാണാൻ പറ്റി. നവംബർ ടു ഫെബ്രുവരി കാലഘട്ടങ്ങളിലാണ് ഇത് ഏറ്റവും മനോഹരമായ കളറിൽ കാണാൻ പറ്റുക. കാരണം അതാണ് ഓസ്ട്രേലിയയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സമയം. നമ്മൾ ടി വിയിലൂടെയും സീരീസിലൂടെയൊക്കെ കാണുന്ന പാരീസിലും ലണ്ടനിലൊക്കെ കാണുന്ന ലവ് ലോക്ക് ഞാനിവിടെ കണ്ടു. ഇത് ആളുകളുടെ പ്രണയത്തിൻ്റെയും കമ്മിറ്റ്മെൻറ്റിൻ്റെയൊക്കെ പ്രതീകമായിട്ട് അവരിങ്ങനെ താഴും താക്കോലും ഉപയോഗിച്ച് പേരെല്ലാം എഴുതി ഇങ്ങനെ തൂക്കിയിടും. എന്നിട്ട് അതിൻ്റെ കീ അവർ വെള്ളത്തിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും മുറിഞ്ഞു പോകാത്ത പ്രണയത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഇവർ ഇതിൻ്റെ താക്കോല് വെള്ളത്തിലേക്ക് വലിച്ചെറിയുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 2 കപ്പിൾസ് ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളാരും ഇത് ചെയ്യാൻ കൂട്ടാക്കിയില്ല. ലവ് ലോക്ക് കണ്ടതും തൻ്റെ ഭാര്യമാരിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു മലയുടെ മുകളിലേക്ക് കയറിപ്പോകുന്ന 2 ഭർത്താക്കന്മാരെയാണ് നിങ്ങൾ കാണുന്നത്. ഭാര്യമാരെങ്ങാലും ഇതിനു വേണ്ടി നിർബന്ധിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് ഇവർ കയറിപ്പോകുന്നത്. പിന്നെ നിർബന്ധിച്ചാൽ നിലത്തേക്ക് ചാടുമോ എന്ന് പേടിച്ച് ഞങ്ങളൊരു ഫോട്ടോ എടുത്തു കൊടുത്ത് 2 പേരെയും സമാധാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇനി എപ്പോഴാ എവിടെ വെച്ചാൽ ഇങ്ങനൊരു ട്രിപ്പൊന്നും അറിയില്ല. എനിവേ ഇത് നല്ലതായിരുന്നു. ഇനിയും ഇങ്ങനെയൊക്കെ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അവസരങ്ങളൊക്കെ കൊടുത്തിട്ട് അതുവരേക്കും ബൈ.